ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പഴം, പഞ്ചസാര, പാലും ഒക്കെ വെച്ചിട്ട് ഒരു നല്ല പായസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റവയും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ഈ റവ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമല്ല, ഒരു കളറിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാതും ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കിയത് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും 1/2 കപ്പ് പഞ്ചസാര ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കുക. നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ക്രമീകരിക്കാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോളാക്കി വെച്ച റവയുടെ ബോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറുകിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നന്നായിട്ട് ഇത് കുറുകിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂടാറിയാൽ ഇതൊന്നും കൂടെ ഒന്ന് കട്ടിയാവും.